നമുക്ക് സോളാറിനെ പറ്റി അന്വേഷിച്ച് വന്നപ്പോൾ അവിടെ 10 പ്രദേശത്ത് 10-20 പേര് വെക്കാൻ തുടങ്ങി സോളാർ. സബ്സിഡി കിട്ടിയ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സബ്സിഡി 78 നമ്മുടെ അക്കൗണ്ടിൽ തന്നെ റിട്ടേൺ ആയിട്ട് വന്നു. സർവീസ് നമുക്ക് ആവശ്യത്തിന് അവർ വിളിച്ചാൽ പെട്ടെന്ന് വരും. നമുക്ക് 20 യൂണിറ്റാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 28 യൂണിറ്റ് വരെ 29 യൂണിറ്റ് 2 ആഴ്ച കഴിഞ്ഞ് മീറ്റർ ഇൻസ്പെക്ഷൻ ആൾ വന്നു. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള പത്തടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കസ്റ്റമർ നസീർ സാറിനോടൊപ്പമാണ് ഉള്ളത്. സാറിന് ജെ ജി ഓട്ടോമേഷനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. സാർ, എങ്ങനെയാണ് ജെ ജി ഓട്ടോമേഷൻ അപ്രോച്ച് ചെയ്തത്? നമ്മുടെ സോളാറിനെ പറ്റി അന്വേഷിച്ച് വന്നപ്പോൾ പത്തടി പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ സോളാർ വെച്ച് അങ്ങനെ സോളാറിനെ പറ്റി അന്വേഷിച്ച് വന്നപ്പോൾ നിങ്ങളുടെ സോളാർ നമുക്ക് ഇഷ്ടപ്പെട്ടു, പ്രൊഡക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് സോളാർ വെക്കാൻ തുടങ്ങിയത്. 10 പ്രദേശത്ത് 10-20 പേര് വെക്കാൻ തുടങ്ങി സോളാർ വെച്ചു. പിന്നെ അദാനിയുടെ പാനലാണ് നമ്മൾ വെച്ചത്. സബ്സിഡി ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നോ ഇത് ചെയ്ത സമയത്ത്? സബ്സിഡി കിട്ടിയ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സബ്സിഡി 78 നമ്മുടെ അക്കൗണ്ടിൽ തന്നെ റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 20 യൂണിറ്റാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 28 യൂണിറ്റ് വരെ 29 യൂണിറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. ജെ ജി ഓട്ടോമേഷന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസ് നമുക്ക് ആവശ്യത്തിന് അവർ വിളിച്ചാൽ പെട്ടെന്ന് വരും. KCBയിലെ മീറ്ററും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഫിക്സ് ചെയ്തത്? പേപ്പർ വർക്കൊക്കെ 2 ആഴ്ച കൊണ്ട് റെഡിയായി. മീറ്റർ 2 ആഴ്ചക്കകം കിട്ടി. നമ്മുടെ 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ഇതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അദാനിയുടെ പാനൽസ് ആണ്. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ നമ്മളെ അപ്രോച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മളൊരു 5-6 പ്ലാന്റുകൾ ഈ ലൊക്കാലിറ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ സാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ സെയിൽസ് എഞ്ചിനീയർ വന്ന് സൈറ്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലാനൊക്കെ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളൊരു 2 വീക്സിനുള്ളിലാണ് ഈ പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് പ്രകാരം ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ ജിയുടെ മെറ്റീരിയലാണ്. സാർ നിങ്ങളോട് ആകെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിക്കണം എന്നാണ്. അങ്ങനെ ഈ എൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടാറ്റ ജിയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള പാനൽ എന്ന് പറയുന്നത് അദാനിയുടെ മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനൽസ് ആണ്. ബൈഫേഷ്യൽ പാനൽസ് ആയതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് 2 സൈഡിൽ നിന്നും തന്നെ സൺലൈറ്റ് ക്യാപ്ചർ ചെയ്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ 5 കിലോവാട്ട് ഓൺ ഗ്രിഡിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 9 പാനൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ഒരു 535 വാട്ട്സിന്റെ ഓരോ പാനൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാനൽസ് നോർത്തിലോട്ട് പൊക്കിയും സൗത്തിൽ താഴ്ത്തുമാണ് വെച്ചിരിക്കുന്നത്. നോർത്തിൽ ഒരു 2.1 മീറ്റർ ഹൈറ്റിൽ വെച്ച് സൗത്തിലേക്ക് 1.8 മീറ്ററിലാണ് നമ്മൾ ഇത് സ്ട്രക്ചർ വെച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് PV ബ്ലിങ്കിന്റെ 5 കിലോവാട്ട് ഇൻവേർട്ടർ ആണ്. അതിനൊരു 10 years വാറന്റി വരെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ACDBയും DCDBയും നമ്മൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ കമ്പനിയിൽ അസംബിൾ ചെയ്തെടുത്തിട്ടുള്ള ഹാവൽസിന്റെ ACDBയും DCDBയും ആണ്. അതെല്ലാം SPD പ്രൊട്ടക്ഷനോട് കൂടിയാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ ലൈറ്റ്നിങ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മീറ്റർ റേഡിയസിലൊക്കെ ഒരു ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനാണ് ലൈറ്റ്നിങ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുള്ള. ഒരു 4 എർത്തിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ACDBയിലേക്കും DCDBയിലേക്കും മറ്റൊരെണ്ണം സ്ട്രക്ചറിലും പാനലിലും ആയിട്ടാണ് മറ്റൊരു എർത്തിങ് കൊടുത്തിട്ടുള്ള. പിന്നെ ലൈറ്റ്നിങ് റെസിസ്റ്റൻസിലേക്ക് ഒരു എർത്തിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ സർവീസ് വരുന്നതെന്ന് പറഞ്ഞാൽ 5 years ഫ്രീ സർവീസ് വരുന്നുണ്ട്. അതിൽ 1 വർഷം തന്നെ 4 സർവീസാണ് വരുന്നത്, വാഷിംഗ് ഉൾപ്പെടെ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ആയൂരാണ്. പിന്നെ തിരുവനന്തപുരത്തും തിരുവല്ലയിലും ആയിട്ടുണ്ട്. തിരുവല്ല ടൗണിലും തിരുവനന്തപുരത്ത് വട്ടപ്പാറയിലുമാണ് നമ്മുടെ ലൊക്കേഷൻ ഓഫീസ് വരുന്നത്. പിന്നെ ജെ ജി ഓട്ടോമേഷനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.